പന്ന്യൻ രവീന്ദ്രൻ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇല്ലെന്ന് പ്രഖ്യാപിച്ചതോടെ അടുത്ത സെക്രട്ടറി ആരെന്ന ചോദ്യം സിപിഐ സംസ്ഥാന സമ്മേളനത്തിലെ സജീവ ചർച്ചയാകുന്നു. കാനം രാജേന്ദ്രനും കെ ഇസ്മയിലുമാണ് പന്ന്യന്റെ പിൻഗാമി പട്ടികയിൽ മുൻനിരയിലുള്ളത്. ഇന്ന് ദേശീയ നേതാക്കളുടെ സാന്നിധ്യത്തിൽ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇത് സംബന്ധിച്ച് അന്തിമ ധാരണയുണ്ടാകുമെന്നാണ് സൂചന. കാനമോ കെഇഒ സിപിഐ സമ്മേളനത്തിന് കൊടിയുയർന്നതോടെ ഉയരുന്ന ചോദ്യം ഇതാണ്. ഇനി സെക്രട്ടറി സ്ഥാനത്തേക്കില്ലെന്ന് പന്ന്യൻ രവീന്ദ്രൻ പ്രഖ്യാപിക്കുക കൂടി ചെയ്തതോടെ പുതിയ സിപിഐ സെക്രട്ടറിയെ ചൊല്ലിയുള്ള അഭ്യൂഹങ്ങളും ശക്തമായി. സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന ജില്ലാ സമ്മേളനങ്ങളിൽ കാനം രാജേന്ദ്രനും കെ ഇസ്മയിലിനും അനുകൂലമായി രൂപപ്പെട്ട ശാക്തിക ചേരികൾ ബലാബലമായി. കാനം രാജേന്ദ്രനെ പാർട്ടി സെക്രട്ടറിയാക്കി കെ ഇസ്മായിലിനെ പാർലമെന്ററി രംഗത്ത് സജീവമാക്കണം എന്നൊരു നിർദ്ദേശം നേരത്തെ ഉയർന്നിരുന്നു. തിരുവനന്തപുരം പേയ്മെന്റ് സീറ്റ് വിവാദത്തിലുണ്ടായ അച്ചടക്ക നടപടിയോടെ സി ദിവാകരൻ പാർട്ടിയിൽ കൂടുതൽ അപ്രസക്തനായതാണ് ഈ നിർദ്ദേശത്തിന് കൂടുതൽ പ്രാമുഖ്യം ലഭിക്കുന്നത്. എന്നാൽ കേരളത്തിലെ പാർട്ടിയിൽ കാനം കെ ഇ ശാക്തിക ചേരി രൂപപ്പെട്ടതിൽ ദേശീയ നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്. അതിനാൽ പുതിയ സെക്രട്ടറിയുടെ കാര്യത്തിൽ ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം നിർണായകമാകും. സി കെ ചന്ദ്രപ്പന്റെ നിര്യാണത്തിന് ശേഷം പുതിയ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കാൻ സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വച്ചത് കാനം രാജേന്ദ്രന്റെ പേരായിരുന്നു. എന്നാൽ ദേശീയ നേതൃത്വം സി ദിവാകരനൊപ്പം നിന്നു. തർക്കത്തിനൊടുവിൽ പന്ന്യൻ രവീന്ദ്രൻ സെക്രട്ടറിയായി. ഇത്തവണയും സമാന സാഹചര്യമുണ്ടായാൽ അത്ഭുതപ്പെടാനില്ല. തിരുവനന്തപുരം പേയ്മെന്റ് സീറ്റ് വിവാദക്കറ ഉണങ്ങും മുൻപാണ് സിപിഐ കോട്ടയം സമ്മേളനത്തിന് കൊടിയുയരുന്നത്. സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പന്ന്യൻ രവീന്ദ്രൻ മാറുമെന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കാനം രാജേന്ദ്രനും കെ ഇസ്മായിലും തമ്മിൽ വടംവലി രൂക്ഷമാണ്. ഒടുവിൽ ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായി പന്ന്യൻ രവീന്ദ്രൻ തന്നെ വീണ്ടും സെക്രട്ടറിയാകുമോ? ക്യാമറാമാൻ ലിബിൻ കെ ഉമ്മനൊപ്പം ബിജു ഗോപിനാഥ്, റിപ്പോർട്ടർ, കോട്ടയം.